സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നാഗസൈരന്ധ്രി ദേവി. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുള്ള വീഡിയോകളിലൂടെയാണ് നാഗസൈരന്ധ്രി ശ്രദ്ധ നേടിയത്. കൊല്ലം കുളനടയാണ് ഇവരുടെ വീട്. ദിവ്യ രാജൻ എന്നാണ് ശരിക്കുള്ള പേര്. യൂട്യൂബിൽ നാഗ പങ്കുവയ്ക്കുന്ന പല വീഡിയോകളും തമാശയായിട്ടാണ് ആളുകൾ കാണുന്നത്. നാഗസൈരന്ധ്രി പറയുന്ന പല ഡയലോഗുകളും മലയാളികൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നാഗസൈരന്ധ്രിയെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ അഭിമുഖത്തിലാണ് നാഗയുടെ തുറന്നു പറച്ചിൽ. നാഗസൈരന്ധ്രി ദേവി, ആത്മാനന്ദ ദേവി തുടങ്ങിയ പേരുകൾ സ്വയം ഇട്ടതാണെന്നാണ് അവർ പറയുന്നത്. സൈരന്ധ്രി എന്ന പേര് അമ്മ കുട്ടിക്കാലത്ത് വിളിച്ചതാണ്. മഹാഭാരതത്തിലെ സൈരന്ധ്രി എന്ന കഥാപാത്രത്തെ പോലെയാണ് താൻ എന്നും നാഗ പറയുന്നു. സൈരന്ധ്രിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ തനിക്കും ധാരാളം കാമുകന്മാർ ഉണ്ടായിരുന്നു. കുന്തിയെയും ഇഷ്ടമായിരുന്നു. എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്വന്തം പേഴ്സണാലിറ്റിയോടാണെന്നാണ് നാഗസൈരന്ധ്രി പറയുന്നത്. നാഗ പഠിച്ചത് പന്തളം കോളേജിലാണ്. BA പൊളിറ്റിക്സ് ആയിരുന്നു വിഷയം. പക്ഷെ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. മനഃശാസ്ത്രം പഠിക്കാനായിരുന്നു ആഗ്രഹം. ചെറുപ്പം മുതലേ ശാസ്ത്രജ്ഞയാകാൻ ആഗ്രഹിച്ചിരുന്നു. സിനിമാ നടി, ചിത്രകാരി, ശില്പി, ഫാഷൻ ഡിസൈനർ, രാഷ്ട്രീയ പ്രവർത്തക എന്നിങ്ങനെ പലതും ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ശാസ്ത്രം പിന്നീട് എന്താണെന്ന് മനസ്സിലാക്കിയെന്നും അത് മനുഷ്യന്റെ ഉള്ളിലാണെന്നും നാഗ പറയുന്നു. കോളേജ് കാലത്ത് താനൊരു സ്റ്റാർ ആയിരുന്നു. ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. ക്ലാസ് ലീഡർ ആയിരുന്നു. മിടുക്കിയായിരുന്നു. കഥകളും കവിതകളും എഴുതുമായിരുന്നു. ടീച്ചർമാർക്കും ഇഷ്ടമായിരുന്നു. കൂട്ടുകാരുടെ ഇടയിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ആളായിരുന്നെങ്കിലും പുറത്ത് വളരെ ശാന്തമായ കുട്ടിയായിരുന്നു എന്നാണ് നാഗ പറയുന്നത്. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു നാഗ. കോളേജിലെ കൂട്ടുകാരെ സിനിമയ്ക്ക് കൊണ്ടുപോയിരുന്നത് താനായിരുന്നുവെന്നും കാരണം തനിക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിരുന്നുള്ളൂവെന്നും അവർ പറയുന്നുണ്ട്. അവർ ടിക്കറ്റ് എടുത്ത് തരുമായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ അധികം പോകാറില്ല. ലൈബ്രറി, അമ്പലം, പള്ളി, പ്രഭാഷണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത് അവിടെയാണ്. ക്ലാസ്സിൽ പോയാൽ തന്നെ ചിത്രം വരയ്ക്കുകയോ കവിത എഴുതുകയോ ചെയ്യുമായിരുന്നു. എല്ലാവർക്കും ഉള്ളിൽ ആത്മീയതയുണ്ട്. ചെറുപ്പം മുതലേ പല ജോലികളും ചെയ്തിട്ടുണ്ട്. കൊയ്ത്ത്, ചവിട്ട്, മെതി, വക്കീലിന്റെ ഓഫീസിൽ സഹായി, തയ്യൽ, മെഴുകുതിരി ഉണ്ടാക്കൽ, ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കൽ, ബാലെ തുടങ്ങിയ ജോലികളെല്ലാം നാഗ ചെയ്തിട്ടുണ്ട്. വയ്യാതെ കിടക്കുന്നവരെ ശുശ്രൂഷിക്കാനും പോയിട്ടുണ്ട്. ഓർമ്മക്കുറവ് വന്നപ്പോഴാണ് ജോലികൾ നിർത്തിയത്. അപകടകരമായ സംഭവങ്ങൾ ഉണ്ടായാലും അതിനെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കാറുണ്ടെന്നാണ് അവർ പറയുന്നത്. ഇന്ന് കാണുന്ന നാഗസൈരന്ധ്രിയായി മാറിയതിന് കാരണം തന്റെ ചിന്തകളാണെന്നും ഒരു സമയം വരെ അയൽവാസികൾക്കെല്ലാം തന്നെ ഇഷ്ടമായിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ അവർ വെറുക്കാൻ തുടങ്ങിയെന്നും അവർ പറയുന്നു. തനിക്ക് ഭ്രാന്താണെന്ന് വരെ അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിഷമമായി. വീട്ടിൽ കയറി വെട്ടണം, കൊല്ലണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരും കൂട്ടം കൂടിയാണ് ഇതിനെല്ലാം വന്നതെന്നും പ്ലാൻ ചെയ്തത്. പോലീസ് കേസും വഴക്കുമെല്ലാമായി. അത് കുടുംബത്തെ വരെ ബാധിച്ചു. താൻ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളായതുകൊണ്ടാണ്
കുടുംബത്തെക്കുറിച്ച് അധികം സംസാരിക്കാത്തതെന്നും നാഗസൈരന്ധ്രി പറയുന്നു.